ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേരിൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു സാധനം റിട്ടേൺ അടിക്കാനായിട്ട് പോകാൻ നല്ല ആയിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു. പക്ഷേ ഡ്രസ്സ് വാങ്ങിച്ച് ഇട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഇട്ട് നോക്കി ഞാൻ, പക്ഷേ എനിക്ക് റിട്ടേൺ അടിക്കണം തോന്നി. അപ്പോൾ നമ്മളിന്ന് സാധനം റിട്ടേൺ അടിക്കാനായിട്ട് പോവുകയാണ്. ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഞാൻ അതിൻ്റെ ബാഗൊക്കെ ഡിസ്കാർഡ് ചെയ്ത് അല്ലെങ്കിൽ ഇതിനകത്ത് തപ്പിയെടുക്കണം നമുക്കതിൻ്റെ കവർ. ഇതെൻ്റെ സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് പാക്കേജ് ഒന്ന് റീസീൽ ചെയ്യണം. ഞാൻ ഓൾറെഡി അതിൻ്റെ ടാഗ് പക്ഷെ നല്ല കുഴപ്പമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഒന്നുകൊണ്ട് റീസീൽ ചെയ്ത് നമ്മൾ EVR എങ്ങനെ പറയണമെന്നറിയില്ല. എവറി ആണോ അതോ EVR ആണോ പറയണമെന്നറിയില്ല. ഇനി ആ സ്ഥാനത്തെ കൂടെ ആ ഒരു പാഴ്സൽ റോയൽ മെയിലൊക്കെ പോലെ നമ്മുടെ പാഴ്സൽ കൊണ്ടുവരുന്ന ആ ഏജൻസി ത്രൂ ആണ് നമ്മളത് റിട്ടേൺ അടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രീ റിട്ടേൺ ആണ്. നമുക്ക് സാധനം കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ QR കോഡ് പ്രിൻ്റ് എടുത്ത് ഇതിൻ്റെ മേളിൽ തന്നെ ഒട്ടിച്ചിട്ടാണ് റിട്ടേൺ അടിക്കണേന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഫ്രീ റിട്ടേൺ ആയതുകൊണ്ട് നമുക്ക് ഈ സാധനം കവറൊക്കെ ഒന്ന് റീസീൽ ചെയ്ത് സെറ്റാക്കി കൊടുക്കാൻ പാകത്തിനാണ് കൊണ്ടുപോകാൻ പോകുന്നത്. ഞാനാണെങ്കിൽ തലയിൽ എണ്ണയൊക്കെ തേച്ച് പരത്തി, ഇന്നാണെങ്കിൽ സെൽഫ് കെയർ റൊട്ടീനായിട്ട് ഒരു സെൽഫ് ലവ് ഒക്കെ ആയിട്ട് നിറച്ച് പരത്തി വെച്ച് കുളിക്കാൻ പോകാനായിട്ടുള്ള പരിപാടിയിലായിരുന്നു. അപ്പോഴാണ് ഈ സാധനങ്ങൾ റിട്ടേൺ അടിച്ചേക്കാന്നൊരു ഓർമ്മ വന്നത്. വേറൊന്നും കൊണ്ടല്ല, പുറത്ത് നല്ല സൂര്യപ്രകാശമുള്ളൊരു ദിവസം. അപ്പോൾ ഉള്ള സൂര്യനെ കുറച്ചങ്ങോട്ട് വൈറ്റമിൻ ഡി ഒക്കെ അബ്സോർബ് ചെയ്ത് സൂര്യപ്രകാശമുള്ള സമയത്ത് കുറച്ച് പുറത്തൂടെ ഇടയ്ക്ക് നടക്കാനുള്ളൊരു കൊതിയും കൊണ്ടൊക്കെയാണ് പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് ഈ സാധനം കൊണ്ട് റിട്ടേൺ ചെയ്യാം. കുറച്ചുകൂടെ വൈകി കഴിഞ്ഞാൽ കുളിയും തേവാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ സന്ധ്യ. അതുകൊണ്ട് ഞാൻ പിന്നെ ഉള്ള സമയത്തുള്ളൊരു കോലത്തിൽ അങ്ങോട്ട് പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകാം. ബോധിധർമ്മൻ പോരാത്തതിന് ഈ സാധനം ആസ് സൂൺ ആസ് പോസിബിൾ റിട്ടേൺ അടിക്കുന്നതാണ് എനിക്ക് നല്ലത് എന്ന് തോന്നിയത് കൊണ്ട് ലെറ്റ്സ് ഡു ഇറ്റ്. തലയിൽ നിറയെ എണ്ണ ആയതുകൊണ്ട് ശരിക്കും അൺകംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ നാളായിട്ട് ഇങ്ങനെ എണ്ണ വെച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തോ ഒരു വൃത്തിയുടെ ഒരു ഭംഗിക്കുറവ്, എന്തോ വല്ലാത്തൊരു ഫീലിംഗ് ആയിട്ട് നമുക്കിങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു സൂര്യപ്രകാശം, ചെറിയല്ല നന്നായിട്ട് സൂര്യപ്രകാശമൊക്കെ ഉണ്ട്, ചെറിയൊരു കാറ്റുണ്ട്. തണുപ്പുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് എന്നാൽ വലിയ തണുപ്പില്ല. അങ്ങനെ നല്ലൊരു വെതറിലേക്കാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പം പോക്കറ്റിൽ ഞാൻ ഇറങ്ങുന്ന വഴിക്കൊരു ഫെറാറോ റോഷർ ഒക്കെ ഇട്ടുണ്ടായിരുന്നു. നടക്കുന്ന വഴിക്കൊന്നും ഉണഞ്ഞ് നടക്കാൻ തരുന്നു. ഇനി നമുക്കൊരു കുറച്ചൊരു 10-15 മിനിറ്റ് നേരം നടക്കാനുണ്ട് കേട്ടോ നമുക്ക് ഡ്രോപ്പ് ഓഫ് ചെയ്യേണ്ട സ്ഥലത്തേക്ക്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ എവറിയിലാണ് ഡ്രോപ്പ് ഓഫ് ചെയ്യാൻ പോണത്. കാരണം നമുക്ക് ഫ്രീ റിട്ടേൺ ആയതുകൊണ്ട്. ഫ്രീ റിട്ടേണിന് മാത്രമല്ല അവിടെ ഒരു ബോക്സിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ തലയിൽ നിറയെ എണ്ണ ആയതുകൊണ്ട് തണുപ്പടിച്ചിട്ട് മുടിയൊക്കെ അങ്ങ് വടി പോലെ ആയിരുന്നു കേട്ടോ. കാരണം എണ്ണ തണുപ്പടിച്ച് കഴിയുമ്പോൾ ഉറഞ്ഞു തുടങ്ങൂല്ലോ. അതുകൊണ്ട് എൻ്റെ മുടിയൊക്കെ എണ്ണ ഉറഞ്ഞൊരു പരുവായിരുന്നു. അപ്പം നമ്മൾ ആദ്യത്തെ എവറി ഷോപ്പിൽ, നമ്മുടെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള എവറി ഷോപ്പിൽ ചെന്ന് പാർസൽ റിട്ടേൺ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അവർ റിട്ടേൺ എടുക്കില്ല, നമ്മൾ കൊണ്ടുവന്ന സാധനത്തിന് പ്രിൻ്റ് എടുക്കില്ല എന്ന് പറഞ്ഞിട്ടോ. പിന്നെ നമുക്ക് അടുത്ത ടൗൺ സെൻറ്ററിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ ഒരു 15 മിനിറ്റ്സ് വോക്കായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന സ്ഥലം. അവിടുന്ന് പിന്നെ ഒരു 20 മിനിറ്റ്സ് മോളിൽ വോക്കുണ്ട് ടൗൺ സെൻറ്ററിലേക്ക്. അപ്പോൾ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഇന്ന് പരിപാടി കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ട് നമ്മൾ ടൗൺ സെൻറ്ററിലേക്ക് നടന്നു തുടങ്ങി. അപ്പോൾ നമ്മളിവിടെയൊക്കെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ബട്ടൺ പ്രസ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ റെഡ് മാറി അവിടെ ഗ്രീൻ കളർ വരും. അപ്പോൾ ഇത് സൈക്കിളിനും അതുപോലെ തന്നെ ആളുകൾക്ക് നടക്കാനുള്ള വഴിയാണ്. ഇവിടെ ഡ്രൈവിംഗ് ഒക്കെ എല്ലാവരും ഒന്നുകൂടി സൂക്ഷിച്ച് ചെയ്യുള്ളൂ കേട്ടോ. നല്ലപോലെ റൂൾസൊക്കെ അനുസരിച്ച് ആണ് ഇവിടുത്തെ ഡ്രൈവിങ്. കുറച്ചും കൂടെ കെയർഫുള്ളായിട്ടുള്ളൊരു ഡ്രൈവിങ്. നമ്മുടെ നാട്ടിലെ പോലെ ഒത്തിരി അങ്ങ് കെയർലെസ് ആയിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. എവിടെയും ഗ്യാപ്പുള്ളടത്ത് കൊണ്ടേ കയറ്റാൻ അങ്ങനെയൊന്നും പറ്റില്ല. കാരണം ഇവിടെ എല്ലാവരും നല്ലപോലെ ക്യൂ ഒക്കെ നിന്ന് അത്യാവശ്യം റൂൾസൊക്കെ ഒത്തിരി ഫോളോ ചെയ്തിട്ടാണ് ഇവിടെ ഉള്ളവർ ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ ഇവിടെയുള്ള ട്രാൻസ്പോർട്ടേഷനൊക്കെ കുറേ കൂടെ നമ്മളെല്ലാവരും സൈക്കിൾ യൂസ് ചെയ്യും കേട്ടോ. സൈക്കിളിസ്റ്റുകൾ കുറേ കൂടെ കൂടുതലുള്ള സ്ഥലമാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞൊരു പ്രായം കഴിഞ്ഞാൽ പിന്നെ സൈക്കിൾ ചവിട്ടുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കുറച്ചിലാണല്ലോ. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഹെൽത്തി ആയിട്ടുള്ളൊരു പരിപാടി ആയതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള എന്ത് കാര്യം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊമോട്ട്. ഇപ്പോൾ നമ്മൾ ഓടാൻ പോയാലും ഈവൻ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതാണെങ്കിൽ നടന്നാണല്ലോ ഡ്യൂട്ടിക്ക് വന്നത്. അപ്പോൾ നാട്ടിലാണെങ്കിൽ പറഞ്ഞ പോലെ അത് കുറച്ചിലായിരുന്നായിരിക്കാം. പക്ഷേ ഇവിടെ നടന്നു പോകുന്നതൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പം നമ്മൾ പാഴ്സൽ റിട്ടേൺ ഷോപ്പിൽ 2ാമത്തെ ഷോപ്പിൽ കയറി, 3ാമത്തെ ഷോപ്പിൽ കയറി. അവിടെ രണ്ടിടത്തും പരിപാടി നടന്നില്ല. അങ്ങനെ 4ാമത്തെ ഷോപ്പിൽ കയറിയപ്പോഴാണ് നമ്മുടെ പരിപാടി നടന്നത്. അങ്ങനെ 4 ഷോപ്പിൽ കയറി ഇറങ്ങി. എന്തായാലും ഇറങ്ങിയതല്ലേന്നൊരു പരിപാടിയും തീർത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ വന്ന് കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ജസ്റ്റ് കയറിയതുള്ളൂ. അവിടുന്ന് സാധനം വാങ്ങിച്ചപ്പോഴേക്കും 18 പൗണ്ട് സംതിങ് ആയി നമ്മുടെ സാധനങ്ങളുടെ. അപ്പോൾ ഞാനിവിടുത്തെ ബില്ല് കാണിച്ചിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ വാങ്ങിച്ച സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഫ്രോസൺ പഴംപൊരി, ഫ്രോസൺ തേങ്ങ ചിരണ്ടിയത്, അതുപോലെ തന്നെ വൻപയറിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചായിരുന്നു, 2-3 ക്രാക്ക് ചാക്കിൻ്റെ പഴയ ബിസ്ക്കറ്റ്, പിന്നെ ഒരു പാക്കറ്റ് ഫ്രോസൺ അയല. ഇത്രയും സാധനങ്ങൾ, അയല വറുക്കാനായിട്ട് വാങ്ങിച്ചതാണ്, ഫുൾ മീൻ. ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചപ്പോഴേക്കും 18 പൗണ്ടായി. അതായത് നാട്ടിലെ 1800
1900 അല്ല, അതിലും മേളിലായി 2000 രൂപ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റുകൾ പരമാവധി അവോയ്ഡ് ചെയ്യുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. പക്ഷെ വല്ലപ്പോഴും ഇങ്ങനെ നമ്മുടെ നാട്ടിലൊരു ഫുഡൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇവിടെ അല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ പഴംപൊരിയൊക്കെ ആസ്വദിച്ച് തിന്നത്തെ ദിവസം അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്തു. ബൈ.